നമസ്കാരം. നമ്മളിൽ പല സ്ത്രീകളിലും നേരിടുന്ന എന്നാൽ പുറത്തു പറയാൻ കുറച്ച് മടി കാണിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എക്സസീവ് വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വെള്ളപ്പോക്ക്. മെഡിക്കലി ഇതിന് പറയുന്ന ലൂക്കോറിയ എന്നുള്ളതാണ്. പല ആളുകളും വിശ്വസിച്ചു പോരുന്നത് ഇതിനൊരു അസ്ഥി ഉരുക്കുന്ന ഒരു പേരുള്ളത് കൊണ്ട് തന്നെ പല ആളുകളും വിശ്വസിച്ചു പോരുന്നത് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ ഉരുകി ഒലിച്ച് വരുന്നതാണ് ഇത് എന്നാണ്. എന്നാൽ നമ്മളുടെ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റുമായിട്ട്, അതായത് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ചെറിയ ചെറിയ ഗ്ലാൻഡുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വെള്ള കളറിലോ അല്ലെങ്കിൽ കളർലെസ്സോ അല്ലെങ്കിൽ നേരിയ ഒരു മഞ്ഞ കളറിലോ ഉള്ള കഞ്ഞിവെള്ളം പോലത്തെ അല്ലെങ്കിൽ ജലാറ്റിനസ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ്, ഒരു സ്രവമാണിത്. ഇത് പലപ്പോഴും നമ്മളുടെ ആ ഒരു ഭാഗത്തെ നനവോടുകൂടി സൂക്ഷിക്കാനും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും റിപ്രൊഡക്റ്റീവായിട്ടുള്ള പല ഫംഗ്ഷനുകളെ സഹായിക്കാനുമെല്ലാം അത്യാവശ്യമായിട്ടുള്ള ഒരു സ്രവമാണിത്. ഇതിനൊരു അസിഡിക് pH ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഒരു പ്രതിരോധം പ്രൊവൈഡ് ചെയ്യാനും കൂടി ഈ ഒരു ഡിസ്ചാർജിനെ കൊണ്ട് സാധ്യമാണ്. പലപ്പോഴും പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ കാരണങ്ങൾ കൊണ്ടും പത്തോളജിക്കൽ കാരണങ്ങൾ കൊണ്ടും അമിതമായിട്ട് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായി എന്ന് വരാം. ഒരു മിനിമലൈസ്ഡ് ക്വാണ്ടിറ്റിയിലാണ് പലപ്പോഴും കൗമാരക്കാരില്, അതുപോലെ തന്നെ പ്രത്യുൽപ്പന്നമതികളായിട്ടുള്ള റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിലും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എക്സസ് ആവാനുള്ള ഫിസിയോളജിക്കൽ കാരണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന കാരണം നമ്മളുടെ ആർത്തവ ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പീരീഡ്സ് തുടങ്ങുന്നതിന് ഏകദേശം 2-3 ദിവസം മുൻപ് കൂടിയ അളവിൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന ദിവസങ്ങളിലും വൈറ്റ് ഡിസ്ചാർജിന്റെ അളവ് കൂടാം. പിന്നെ പലപ്പോഴും പ്രഗ്നൻസി തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ആരംഭത്തിൽ ഒരുപാട് വൈറ്റ് ഡിസ്ചാർജ് വന്നു എന്ന് വരാം. പ്രഗ്നന്റ് ലേഡീസിലും ഇത് കുറച്ച് അധികമായിട്ട് കണ്ടുവരാറുണ്ട്. പലപ്പോഴും സെക്ഷൽ അറോസൽ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകളിൽ വൈറ്റ് ഡിസ്ചാർജ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ക്ലൈമറ്റ് ഇതിന് ചിലപ്പോൾ ഒരു കാരണമാകാറുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ഫിസിയോളജിക്കൽ കോസസ്. പത്തോളജികളിലേക്ക് വരുമ്പോൾ പലപ്പോഴും PCOD, PCOS പോലെയുള്ള രോഗങ്ങളുള്ള സ്ത്രീകളില്, അതുപോലെ പ്രമേഹ രോഗമുള്ളവരില്, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരിൽ ഇത്തരത്തിൽ ലൂക്കോറിയ കൂടുതലായിട്ട് കണ്ടു എന്ന് വരാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആ ഒരു ഭാഗത്ത് ഈസ്റ്റിന്റെയോ ഫംഗസിന്റെയോ ബാക്ടീരിയയുടെയോ മറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആ ഒരു ഭാഗത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും നമുക്ക് കൂടുതൽ ലൂക്കോറിയ ഉണ്ടായി എന്ന് വരാം. പിന്നെ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, എയ്ഡ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ, ഗൊണേറിയ പോലെയുള്ള രോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ലൂക്കോറിയ കൂടിയ അളവിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് വരാം. ഇതെല്ലാമാണ് ലൂക്കോറിയ കൂടാനുള്ള പ്രധാന കാരണങ്ങൾ. ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ എമർജൻസിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് തേടേണ്ടത് ഏത് ലക്ഷണങ്ങളെല്ലാം ഈ ഒരു ലൂക്കോറിയയോടൊപ്പം കാണുമ്പോഴാണെന്ന് നോക്കാം. നമുക്ക് വരുന്ന ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് വളരെ കൂടിയ ക്വാണ്ടിറ്റിയിലാണ് വരുന്നത്. അത് പലപ്പോഴും നമ്മുടെ പാൻറ്റീസിനെ നല്ല രീതിയിൽ നനയ്ക്കുന്നു, അതുപോലെ തന്നെ കാലുകളിൽ കൂടിയൊക്കെ താഴേക്ക് ഒഴുകുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ വിവരം അറിയിക്കേണ്ടതാണ്. പിന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ഒരു ജലാറ്റിനസ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇത് വരുന്നത്. പക്ഷെ അത് മാറിയിട്ട് അത് കേടായ തൈര് പോലെ അല്ലെങ്കിൽ കേടായ പാല് പോലെ ഇങ്ങനെ കട്ടകട്ടയായിട്ട് വരുന്ന ഒരു സ്വഭാവം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇതിന് കളർ ചേഞ്ചസ് വരുവാണെന്നുണ്ടെങ്കിൽ അതൊരു യെല്ലോവിഷ് കളറിലേക്ക്, അതുപോലെ തന്നെ ഒരു പച്ച കളറിലേക്ക്, അതല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബ്ലഡ് മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ വരികയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതും ഡോക്ടറിനെ അറിയിക്കണം. അതുപോലെ തന്നെ ഇതിന് എന്തെങ്കിലും അസഹനീയമായിട്ടുള്ള ഗന്ധം, ഫൗൾ സ്മെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ദുർഗന്ധമായിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതും നമ്മൾ മെഡിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കലി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഈ ലൂക്കോറിയോടൊപ്പം അമിതമായിട്ടുള്ള ചൊറിച്ചിൽ, വജൈനയുടെ ഭാഗത്തും ഉള്ളിലേക്കൊക്കെ അസഹനീയമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അസഹനീയമായിട്ടുള്ള അടിവേദന, അടിവയറുവേദന, നടുവേദന, അതുപോലെ പനി പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റെന്തെങ്കിലും ബേസിക് കാരണങ്ങൾ കൊണ്ടായിരിക്കും പലപ്പോഴും ഈ ലൂക്കോറിയ ഉണ്ടായതെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അമിതമായിട്ടുള്ള വെള്ളപ്പോക്ക് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് നോക്കാം. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ബാത്റൂമിൽ പോയതിനു ശേഷം, അതുപോലെ തന്നെ സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷമൊക്കെ നല്ല
ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് വജൈനൽ ഏരിയ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഴുകുമ്പോൾ മുൻപിൽ നിന്നും പുറകിലേക്ക് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മൾ യാതൊരു തരത്തിലുള്ള ഡിയോഡറൻസ് അല്ലെങ്കിൽ സോപ്പ്, വജൈനൽ വാഷ് ഒന്നും ഈ ഒരു രീതിയിൽ കഴുകുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശരിയായ രീതി. പിന്നെ നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് കഴുകി വൃത്തിയായിട്ട് ഉണക്കി വെയിലത്ത് തന്നെ ഇട്ട് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും അടിവസ്ത്രങ്ങൾ മാറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മെൻസ്ട്രൽ ആർത്തവത്തിന്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു 4 മണിക്കൂർ അതിലപ്പുറത്തേക്ക് പോകരുത്. ആ ഒരു ഇന്റർവെല്ലിലെങ്കിലും പാഡ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ കപ്പ് മാറ്റി അത് വൃത്തിയായിട്ട് കഴുകി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കും ഈ ഒരു പ്രൈവറ്റ് ഏരിയ വൃത്തിയാക്കി സൂക്ഷിച്ച് വെക്കുന്നതിനെ കുറിച്ചുള്ള ശരിയായ ബോധം നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ധാരാളം പഴങ്ങള്, പച്ചക്കറികള്, പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, അധികം പുളിയില്ലാത്ത തൈര്, പാല്, പാൽ ഉൽപ്പന്നങ്ങള്, മധുരമില്ലാത്ത പലഹാരങ്ങൾ, മധുര പലഹാരങ്ങൾ ഒഴിവാക്കുക. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻസ്, യോഗ, എക്സസൈസ് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഡെയിലി ഒരു 20 മിനിറ്റ് എങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും അണ്ടർലൈൻ അസുഖങ്ങളുണ്ട്, നേരത്തെ പോലെയുള്ള ഹോർമോണൽ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും മടി കാണിക്കാതെ നിങ്ങളുടെ ഡോക്ടറിനെ വിവരം അറിയിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുമുള്ള സ്ത്രീ രോഗങ്ങൾക്കും വേണ്ട മികച്ച ചികിത്സ നമുക്ക് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്.